ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് യൂഷ്വലി കാണുന്നതിന് ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ സാധാരണ എന്നെ കാണിച്ചിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഈ പെയിൻറ്റിങ്സ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്നുള്ളത് തൃശ്ശൂർ കിഴക്കുംപാട്ടുകാര എൻ്റെ മുത്തശ്ശൻ്റെ വീട്ടിലാണ്. അവിടെ എൻ്റെ അങ്കിളുണ്ട്, രാജീവ് മേനോൻ. ആള് ഭയങ്കര അടിപൊളി ആർട്ടിസ്റ്റാണ്. പുള്ളിയുടെ ക്രിയേഷൻസ് ആണ് ഈ വോളിൽ കാണുന്നതെല്ലാം. പെയിൻറ്റിങ് മാത്രമല്ല കേട്ടോ, പുള്ളിക്ക് കുറച്ച് ആൻറ്റീക്സ് വിൻറ്റേജ് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യുന്ന ഹോബിയും കൂടി ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന പഴയ റേഡിയോ, വയലിൻ, ഹാർമോണിയം എല്ലാം പുള്ളി കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടി മ്യൂസിയം പോലെ പുള്ളി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള. വെച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. ഞാൻ പണ്ട് എല്ലാ ഓണത്തിനും എൻ്റെ മുത്തശ്ശൻ്റെ കൂടെ ഇങ്ങോട്ട് വരാറുണ്ട്. കാരണം വലിയ മുത്തശ്ശനാണ് ഇവിടെ താമസിക്കുന്നത്. മുത്തശ്ശൻ്റെ ബർത്ത്ഡേ ആണ് അവിട്ടത്തിൻ്റെ അന്ന്. അപ്പം എല്ലാ വർഷവും തിരുവോണത്തിന് വീട്ടിൽ നിന്ന് ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ നേരെ ബസ് കയറി തൃശ്ശൂർ വരും. ആ സമയത്തൊക്കെ ഞാൻ ആകെ ബസ്സിൽ കയറുന്നത് എന്ന് പറഞ്ഞാൽ ഈ തൃശ്ശൂർ വരുമ്പോഴാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. പിന്നെ മാത്രമല്ല, തിരുവോണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുമ്മാട്ടി കാണാൻ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വരുന്നത്. ഇപ്പം നേരത്തെ കണ്ട ഗണപതിയുടെ ഫേസ് ഇല്ലേ, അത് കുമ്മാട്ടിയുടെ മുഖമാണ് കേട്ടോ. പിന്നെ ഈ പുറത്ത് കാണുന്ന, അതായത് എന്താ പറയുക, ഒരു എസ്തെറ്റിക്കലി പ്ലീസിങ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് മൊത്തം ഔട്ട്ഡോറും ഇൻഡോറും എല്ലാം ചെയ്തിട്ടുള്ളത്. ഓരോ തവണ വരുമ്പോഴും നമ്മൾ ആദ്യം കണ്ട സാധനമായിരിക്കില്ല പിന്നീടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ എപ്പോൾ വന്നാലും നമുക്ക് വെറൈറ്റി സാധനങ്ങൾ കാണാം. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ കണ്ട് ഒരു സാധനവും ഇപ്പം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ഉള്ളതെല്ലാം പുതിയ ക്രിയേഷൻസ് ആണ് കേട്ടോ. ഓണായതുകൊണ്ട് തന്നെ ഞാനൊരു സാരി ഉടുത്തിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ സെറ്റ് സാരി ഒന്നും എടുക്കാൻ വയ്യാത്തതുകൊണ്ട് നോർമൽ സാരി എടുത്തു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ വലിയ മുത്തശ്ശൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. മുത്തശ്ശൻ സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടം, മധുരം ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ മുത്തശ്ശൻ. അപ്പോൾ വിച്ചുട്ടനും എനിക്ക് തോന്നുന്നു ആമി, കാശി, എൻ്റെ കസിൻസ്, അവർ രണ്ടുപേരും മുത്തശ്ശനെ ആദ്യമായിട്ടാണ് കാണുന്നേ തോന്നുന്നുണ്ട്. വിച്ചുട്ടൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. പിന്നെ ഈ ഇരിക്കുന്ന കുഞ്ഞി പിള്ളേരൊക്കെ എല്ലാവരും എൻ്റെ കൂടെ പണ്ട് കളിച്ച് നടന്നിരുന്നവരുടെ മക്കളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു, ലഞ്ച് കഴിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോൾ രാജുമാമൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ആർട്ടിസ്റ്റ് പുള്ളിയുടെ വീട്ടിലേക്കാണ് കേട്ടോ പോകണം. എല്ലാം വോക്കബിൾ ഡിസ്റ്റൻസ് ആണ്, തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയി നമ്മൾ കുറച്ചു നേരം ഇരുന്നപ്പോഴേക്കും കുമ്മാട്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡിലേക്ക് ഇറങ്ങി നിന്നു. ഈ കുമ്മാട്ടി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു വികാരമാണ്. കാരണം ഞാൻ പണ്ട് ചെറുപ്പത്തിൽ കുമ്മാട്ടി കാണാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നിരുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ മുത്തശ്ശൻ മരിച്ചതിൻ്റെ ശേഷം പിന്നെ നമ്മൾ വരുന്നത് കുറഞ്ഞു. പിന്നെ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം, ഞാൻ കല്യാണം കഴിഞ്ഞ ആ ഒരു വർഷം മുത്തശ്ശനെയും വല്യമ്മൂമ്മേനെയും കാണാൻ വേണ്ടി വന്നതല്ലാതെ പിന്നെ ഞാൻ വന്നിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം ഇതിപ്പോൾ 84th ഇയർ ആണ് കുമ്മാട്ടിയുടെ. അപ്പം അതിൻ്റെ അതുകൊണ്ട് തന്നെ വലിയൊരു കൊടിയും വലിയ കുമ്മാട്ടി മുഖമൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അവർ വരുന്നത്. ഇനി ഞാൻ ഒരുപാട് വോയിസ് ഓവർ കൊടുത്ത് വെറുപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് കുമ്മാട്ടിയുടെ ഒരു റിയൽ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഞാൻ റിയൽ ഓഡിയോ കൊടുക്കാം കേട്ടോ.
ശിവൻ ശിവൻ
അങ്ങനെ കുമ്മാട്ടിയൊക്കെ കണ്ടു കഴിഞ്ഞ് ക്ഷീണിച്ച് നമ്മൾ വന്നൊരു കാപ്പിയൊക്കെ കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയിട്ട് നമ്മൾ രാജമാമയുടെ വീട്ടിൽ പോയി യാത്ര പറയുമ്പോഴാണ് അവിടെ ഭയങ്കര ഡാൻസും കൂത്തും. അപ്പോൾ വിച്ചോട്ടൻ ഇറങ്ങി കുറച്ച് ഡാൻസൊക്കെ കളിച്ചു കേട്ടോ. ഈ ഒരു ദിവസത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ആ ഒരു ഏരിയയിലെ എല്ലാവരും കൂടി ഒത്തുകൂടി ഭയങ്കര എൻജോയ്മെന്റ് ആണ് കേട്ടോ. ഇതിലിപ്പോൾ എൻ്റെ കസിൻസ് ഉണ്ട്, എനിക്കറിയാത്ത കുറേ ആൾക്കാരുണ്ട്, ഒക്കെ നെയ്ബേഴ്സും അങ്ങനെയുള്ള ആൾക്കാരാണ്. ഇവരെല്ലാവരും കൂടിയിട്ട് ഫുൾ രാത്രി വരെ എൻജോയ്മെന്റ് ആണ്. എന്നിട്ട് രാത്രി ഫുഡൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് ഭയങ്കര വൈബാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന്. കാരണം നെക്സ്റ്റ് ഇന്നിപ്പോൾ സാറ്റർഡേ ആണ്, നാളെ സൺഡേ ആണ്. സൺഡേ തിരിച്ചു പോയാലേ മൺഡേ വെച്ചിട്ട് സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നിൽക്കാൻ പറ്റില്ല കേട്ടോ. എന്നാലും ഞാൻ വിചാരിച്ച നെക്സ്റ്റ് ഇയറിൽ ഇനി വരുമ്പോൾ അവിട്ടത്തിൻ്റെ അന്നല്ല, അതിൻ്റെ നെക്സ്റ്റ് ഡേ വന്നാലേ നമുക്ക് ആ ഒരു മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. കിഴക്കും പട്ടേരെ കുമ്മാട്ടി വന്നിട്ട് ചതയത്തിൻ്റെ അന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇനി നെക്സ്റ്റ് ഇയർ മുതൽ ചതയത്തിന് വന്നാലേ കുമ്മാട്ടിയുടെ ഒരു ഫുൾ വൈബിൾ കാണാൻ പറ്റുള്ളൂ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ വളരെ കുറവാണ്. ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് വളരെ കുറവായിരുന്നു കുമ്മാട്ടീൻ്റെ ആ ഒരു ഇത്. നാളെയാണ് ശരിക്കും ഫുൾ സ്വിങ്ങിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതെനിക്ക് ഇത്രയും വർഷമായിട്ടും കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം എല്ലാ വർഷവും തിരുവോണത്തിൻ്റെ അന്ന് ഉച്ചയ്ക്ക് തൃശ്ശൂർ വരും. നെക്സ്റ്റ് ഡേ മുത്തശ്ശൻ്റെ പിറന്നാളും കുമ്മാട്ടിയൊക്കെ കണ്ട് നമ്മൾ കുറച്ച് റിലേറ്റീവ്സിൻ്റെ വീട്ടിലെല്ലാം പോയി നേരെ തിരിച്ച് എടപ്പാളേക്ക് പോകും. അതാണ് ഇത്രയും കാലങ്ങളായിട്ട് ഉണ്ടായിരുന്ന റൊട്ടീൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ചതയത്തിൻ്റെ അന്നത്തെ കിഴക്കുംപാട്ടേരക്കാരുടെ കുമ്മാട്ടി എനിക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അതാണ് ഏറ്റവും വൈബ് എന്നാണ് എല്ലാവരും പറയുന്നത്. എന്തോ ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിൽ എപ്പോഴെങ്കിലുമൊക്കെ വന്ന് കാണണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ആൻഡ് വിച്ചുട്ടനാണെങ്കിലും ഇതൊക്കെ ആയിട്ടൊന്ന് ഫെമിലിയർ ആവുമല്ലോ. ഈ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും എന്താന്ന് പോലും അറിയില്ല. ഇന്ന് ആദ്യമായിട്ടാണ് വിച്ചുട്ടൻ ശരിക്കും പറഞ്ഞാൽ അത് കാണുന്നത് കേട്ടോ. അങ്ങനെ എല്ലാവരോടും ബായ് പറഞ്ഞു. ഓൾമോസ്റ്റ് ഒരു 5:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇറങ്ങുമ്പോൾ. ഒരുപാട് ഇരുട്ടായിട്ട് ഇനി ബ്ലോക്ക് ഒക്കെ വന്നാലോ എന്ന് പേടിച്ച് നമ്മളൊരു 5:30 ആ ഒരു റൗണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുന്ന വഴി പെരുമ്പിലാവിൻ്റെ അടുത്ത് ഈ വിദ്യാലോകം എന്ന് പറഞ്ഞ ഭയങ്കര എസ്തറ്റിക് ആയിട്ടുള്ള ഒരു കഫേ തുടങ്ങിയിട്ടുണ്ടെന്ന് കാശി പറഞ്ഞപ്പം ഞങ്ങളവിടെ ഇറങ്ങി കയറിയപ്പോൾ തന്നെ നല്ല ആംബിയൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ. നല്ല വാട്ടർ മിസ്റ്റ് ഒക്കെ ആയിട്ട് ഒരു വെറൈറ്റി ലുക്കിംഗ് കഫേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ അമ്മമ്മ ഞങ്ങളതിന് അവിടെ നിന്ന് ഒരു സാധനം കഴിക്കാൻ സമ്മതിച്ചില്ല. കാരണം അമ്മമ്മയ്ക്ക് നെയ്റോസ്റ്റ് മസാല ദോശയൊക്കെ വേണം. അപ്പം അവിടെ അത് ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ജസ്റ്റ് കയറി അവിടെ ഇരുന്നതില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഈ കുട്ടി വ്ളോഗ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.